പഠിക്കൂറായി ഒരു നൈറ്റി കിടക്കണ്. അവിടെ വെക്കാനും പറ്റില്ല. നിങ്ങളെ സമ്മതിക്കണം പറയാ. കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ അല്ലേ ഗൈസ്. ഹലോ നമസ്കാരം, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മുന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇൻട്രോ വീഡിയോ. നമ്മൾ ട്രിപ്പ് പോകുന്നതിന് മുന്നൊരു ഇൻട്രോ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിന് മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി ഉണ്ടായിന്. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസ് ചെയ്യാനും എന്നെക്കൊണ്ട് സാധിക്കട്ടെ. എല്ലാവരും തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 വണ്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ 30 നൈറ്റ് അവർ ഏകദേശം 31 1 മണി വരെ 1:30 വരെ ഇരുന്നിട്ടാണ് വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് വണ്ടി തന്നത്. അപ്പോൾ 7 മണിക്ക് വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ പോയി അടുത്ത വീഡിയോ ചെയ്യുന്നത്, അതായത് വ്ളോഗ് ചെയ്യുന്നത് സേലം തിരുച്ചി റോഡ് എത്തുന്നതിന് മുന്നേ നമ്മൾ വ്ളോഗ് ചെയ്യുന്നത്. ആ വണ്ടിയുടെ മെക്കാനിക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില്ലറ വർക്കായിരുന്നു. അത് നല്ല രീതിയിൽ അവർ നല്ല കെയറിങ് ആയിട്ട് നല്ല രീതിയിൽ ചെയ്തു തന്നു. എല്ലാം ചെറിയ പിള്ളേരാണ്, പക്ഷെ എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ആക്റ്റീവാണ് എല്ലാവരും. അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ബൈക്ക് എന്തെങ്കിലും റിപ്പയർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് പോയി നോക്കൂ. നല്ല സർവീസാണ്, നന്നായിട്ട് വർക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോകാം. മൈക്കിൻ്റെ ഒറ്റ ഇഷ്യൂ കാരണം നമുക്ക് റണ്ണിങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുമാത്രമാണ് ഒരു സങ്കടം. എന്തായാലും ഇപ്രാവശ്യം നമുക്ക് ഈ 2 വ്ളോഗും മൈക്കില്ലാതെയാണ് ചെയ്തിട്ടുള്ളത്. ഫോണിൻ്റെ ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ വോയിസ് ഒന്നും കറക്റ്റ് ക്ലിയർ ആയിരിക്കില്ല. അപ്പോൾ ഹെഡ്ഫോണും കാര്യങ്ങളൊക്കെ വെച്ചാലാണ് നമുക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് കേൾക്കുള്ളൂ. അപ്പോൾ എന്തായാലും കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായി, വേളാങ്കണ്ണി ടു ധനുഷ്കോടി. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. നമ്മളിപ്പോൾ റൈഡിലാണ്. ഏകദേശം നമ്മൾ സേലം കഴിഞ്ഞ് അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം ഇവിടെ നിന്ന് ഒരു 5 മണിക്കൂറോളം നമുക്ക് വേളാങ്കണ്ണിക്ക് ഉണ്ട്. ഏകദേശം 300 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, അറുപത് സീറ്റർ. കംഫർട്ട് തന്നെയാണ്. കാരണം ഞാൻ ഒരുപാട് ഈ 1000 കിലോമീറ്റർ ഞാൻ ഇതുവരെ പോയിട്ടില്ല. 100 200 300 കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര പെയിന് കാര്യങ്ങൾ പറയണ പോലെ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. ബാക്ക് പെയിൻ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ റണ്ണിങ് നമ്മൾ നിർത്താതെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിൽ ഒരു ഫില്ലിംഗ് പെയിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഇവിടെ ഒരു പെയിൻ വരാറുണ്ട്. അതുപോലെ ചെറിയൊരു ബാക്ക് പെയിനും പിന്നെ ഈ കാല് കുറേ നേരം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇപ്പം ഞാൻ 1000 കിലോമീറ്റർ ആദ്യമായിട്ട് തന്നെ വണ്ടിയിൽ, അതും നമ്മുടെ ഫസ്റ്റ് ലോങ് ഡ്രൈവ് ആദ്യമായിട്ടാണ്. അപ്പോൾ എങ്ങനെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോ അവിടെ ട്രിപ്പ് കഴിഞ്ഞ ശേഷം ഞാൻ പറയാം. ഒന്നുകൂടി ചെയ്യുന്നതായിരിക്കും വീഡിയോ. ചെറിയ വർക്കാണ്, പക്ഷെ അത് അഴിച്ച് പണിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയവർ. ഏകദേശം നമുക്ക് വേണ്ടി ഏകദേശം ഒരു മണി വരെ അവർ കട തുറന്ന് നമുക്ക് വേണ്ടി വർക്ക് ചെയ്ത് തന്നു. അതൊക്കെ ഇവിടെ നിന്ന് ഏകദേശം തിരുച്ചിക്ക് 85 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് വേണം നമ്മൾക്ക് അടുത്തത് വേളാങ്കണ്ണിക്കാണ്. വേളാങ്കണ്ണിക്ക് ഇവിടെ നിന്ന് 35 കിലോമീറ്ററാണ്. ഫസ്റ്റ് ലോങ് റൈഡാണ്. എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ ഹാൻഡ് ബാർ മാറ്റിയിട്ട് വലിയ റിസ്ക് ഒന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് റൈഡ് ഓക്കെയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് 300 കിലോമീറ്റർ കൂടി ഉണ്ട്. അവിടെ നമ്മൾക്ക് എങ്ങനെയാവുമെന്ന് അറിയില്ല. അപ്പൊ ഇനിയിപ്പോ എവിടെ നിർത്തുന്നില്ല. ഇനിയിപ്പോ നേരെ സ്ട്രൈറ്റ് വേളാങ്കണ്ണിയിലാണ് നിർത്തുള്ളൂ. Okay, let's go. നമ്മൾ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ റോഡ് സൈഡിൽ ഒരു കായൽ പോലെ കണ്ടു. കായലാണോ പുഴയാണോ എന്താണെന്ന് അറിയില്ല. അപ്പം അടുത്ത് പോയി നോക്കാൻ പോവാണ്. ഇവിടെ ഒരാളെയും കാണാനില്ല. ഒരു അമ്പലം ഉണ്ട് ഇവിടെ അടുത്ത്. Okay, let's go. കാവേരി റിവർ. ഇതൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല മലയാളികൾ, പ്രത്യേകിച്ച് കാവേരി റിവർ. ഈ വഴിക്കൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് കയറണ്ട കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഫോട്ടോഷൂട്ട് അത്യാവശ്യം നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. അത് ആഴമൊന്നുമില്ല, നമുക്ക് കുളിക്കാനുള്ള ആഴമൊന്നുമില്ല. അതേ ഒഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ വെള്ളം കുറവാണ്. മഴയൊക്കെ പെയ്യുമ്പോൾ അത്ര വെള്ളം കയറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വന്ന വഴി ഉണ്ടല്ലോ, അറ്റം വരെ വെള്ളമായിരിക്കും. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ, നല്ല വലിപ്പമുണ്ട്. നമ്മളൊക്കെ കായൽ പോലെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ നല്ല ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല അവിടെ. നല്ല രസമുണ്ട് കാണാൻ.
ഒരു ഗ്രൗണ്ട് പോലെ, പ്ലേ ഗ്രൗണ്ട് പോലെ അല്ലേ. പെട്ടെന്ന് നമ്മൾ ബീച്ചാണ് വെച്ച്, ബീച്ചിന്റെ സൈഡാന്ന് വെച്ചിട്ട് ഞങ്ങൾ വന്നതാ. ബീച്ചല്ല, ഇത് റിവറാന്ന് പറഞ്ഞത്. നല്ല രസമുണ്ട്, വെള്ളത്തിലേക്ക് കുളിക്കാനൊക്കെ തോന്നി. ആഴം കുറവാ, സമയപരിധിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. വെയിലാട്ടോടെ കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ അല്ലേ ഗൈസ്. പണിയാണ്, ചെറുതൊന്നുമല്ല, വലിയ പണിയാണ്. ചില്ലറ റൈഡൊന്നുമല്ല, നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടേ നിർത്തി എടുക്കണം. എന്നാലും അത്ര വെയിലൊന്നും അങ്ങനെ കൊള്ളാത്തതുകൊണ്ട് ഭയങ്കരമായിട്ടൊരു ക്ഷീണം. 200 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പം ഇനി എവിടെ നിർത്തുന്നില്ല, സ്ട്രൈറ്റ്. എവിടെ നിർത്താൻ പാടില്ല എന്ന് വിചാരിക്കണേ. പക്ഷേ എന്തായാലും നമുക്ക് ഓരോ സാഹചര്യം എത്തുമ്പോൾ നിർത്തേണ്ട ആവശ്യം വരുന്നുണ്ട്. അത് നമ്മൾ സ്ഥലങ്ങൾ കാണുന്നതുകൊണ്ട് മാത്രമല്ല, ഒന്നാമത് നമ്മൾ ഈ 1 മണിക്കൂറും 2 മണിക്കൂറും നിർത്താതെയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഇരുന്നിരുന്നിരുന്ന് ഊപ്പാടിളകി. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോരോ സ്പോട്ടിലൊക്കെ നിർത്തി ചെയ്യുന്നത് വീഡിയോ ഒക്കെ. അപ്പോൾ നല്ല നല്ല കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ നിർത്തി എടുക്കാറുണ്ട്. അത് നമുക്ക് ഒന്നാമത് ചായ കുടിക്കാൻ നിർത്തുന്ന ഏരിയ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് റെസ്റ്റ് എടുക്കാൻ നിർത്തുന്ന ഏരിയകൾ. അപ്പോൾ അങ്ങനെ നല്ല നല്ല കാഴ്ചകൾ കാണുന്ന സമയത്ത് നിർത്തിയിട്ട് പോകാറുണ്ട്. പിന്നെയും എവിടെയും നിർത്താൻ പാടില്ല എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഇത് വണ്ടി പഞ്ചർ. ഇത് നമ്മൾ പോണ വഴിക്ക് നമുക്ക് എന്തോ നമ്മൾ ട്യൂബ്ലെസ് ആയതുകൊണ്ട് കുത്തിയത് അറിഞ്ഞില്ല. നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് എനിക്കൊരു ഡൗട്ട് തോന്നിയപ്പോൾ എയർ അടിക്കാൻ വേണ്ടി പമ്പിൽ കയറ്റിയാണ്, എണ്ണ അടിക്കാനും എയർ അടിക്കാനും വേണ്ടി പമ്പിൽ കയറ്റിയാണ്. അപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. പോണ വഴിക്ക് തന്നെ അടുത്തുള്ള പഞ്ചർ ഷോപ്പിൽ നമ്മൾ പഞ്ചർ ഒട്ടിച്ചിട്ടാണ് വണ്ടി എടുത്ത് പോകുന്നത്. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് വണ്ടിയുടെ റൈഡിങ് കംഫർട്ടാട്ടോ. റൈഡിങ് കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നത്തെ ഹാൻഡിൽ ബാറിനേക്കാൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡൂക്കിൻ്റെ ഹാൻഡിൽ ബാറാണ് കംഫർട്ട് തരുന്നത്. അത് നന്നായിട്ട് വണ്ടി കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, വണ്ടി എങ്ങനെ വേണമെങ്കിൽ എടുക്കാം എന്നുള്ള കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. സ്റ്റഡി ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ടേണിംഗ് ഒക്കെ വരുന്ന സമയത്ത് നല്ലൊരു വളച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഒരുപാട് റിസ്ക് എടുക്കേണ്ട പോലെ തോന്നുന്നില്ല എനിക്ക്. എങ്ങനെയാണെങ്കിലും നമുക്ക് മറ്റേ ആദ്യത്തെ റോട്ട് ഹാൻഡിൽ ബാർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെയിന് അത്യാവശ്യമായിട്ട് നല്ല രീതിയിൽ വരും. കാരണം നമ്മൾ ഇത്രയും ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറോളം നമ്മൾ വണ്ടി നിർത്താതെ ഓടിക്കുന്നുണ്ട്. ഏകദേശം ടോട്ടൽ 8 മണിക്കൂറാണ് നമുക്ക് ഇവിടുന്ന് വേളാങ്കണ്ണിക്കുള്ള ഡ്രൈവിംഗ് ഉണ്ട്. ഇവിടെ നിന്ന് 480 കിലോമീറ്ററോളം നമുക്ക് ഡ്രൈവിംഗ് ഉണ്ട്. ആ 450 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഈ ഹാൻഡിൽ ബാറിന് എനിക്ക് വലിയ പെയിൻ വരില്ല. അത് ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് വണ്ടി എടുക്കണത്. അത് ഒന്നില്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ചായ കുടിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് റെസ്റ്റായിട്ട് നമ്മൾ നിർത്തിയെടുക്കുന്നത് മാത്രം, അപ്പം മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൂടാതെ വേറെ ഞാൻ അത്യാവശ്യം ഓടിക്കുന്നതൊക്കെ ഒരു 250 കിലോമീറ്ററൊക്കെ നിർത്താതെ തന്നെ ഓടിക്കണത്. ആ ഹാൻഡിൽ പെയിനും കാര്യങ്ങളും അത്രയായിട്ട് എനിക്ക് വന്നിട്ടില്ല ഇത്ര നേരമായിട്ട്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല കംഫർട്ട് തന്നെയാണ്. നമ്മൾ ഓടിക്കാൻ നല്ല സുഖമുണ്ട്. നമുക്ക് റൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ തന്നെ തോന്നുന്നുണ്ട്, വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തന്നെ തോന്നുന്നില്ല. ഗായ്സ്, അപ്പോൾ വന്ന് കേരളത്തിൽ നിന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് കേരളമല്ല, ഇത് വേളാങ്കണ്ണിയാണ്. പക്ഷെ ഓക്കെ, എന്തൊരു പച്ചപ്പാണെന്ന്. ഏകദേശം വേളാങ്കണ്ണിയിൽ ഇതാണ് കേട്ടോ അവസ്ഥ. ഫുൾ പച്ചപ്പാണ്, മാത്രമല്ല ചുറ്റും കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. ഗായ്സ്, ഇപ്പോൾ ഇവിടുത്തെ കാഴ്ച കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇവിടെ നിന്ന് ഇനി വേളാങ്കണ്ണിക്ക് ഒരു 66 കിലോമീറ്ററും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഈ പച്ചപ്പ് കണ്ടപ്പോൾ നിർത്തിയത്. നമ്മുടെ കേരളം പോലെ തന്നെ ഉണ്ട്. കാരണം തമിഴ്നാട്ടിൽ നമ്മളെ പൊതുവെയുള്ള കാഴ്ചപ്പാടെന്ന് വെച്ചാൽ തമിഴ്നാട് ഫുള്ള് നല്ല വരണ്ട വെയിൽ, ചൂട് അങ്ങനെയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര തണുപ്പും ഭയങ്കര പച്ചപ്പാണ്. നമ്മുടെ കേരളം എങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെ ഉണ്ട്. എല്ലാ സൈഡും ചുറ്റും അങ്ങനെ തന്നെ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് വരുന്നത് വരെ ഫുള്ള് വരണ്ട ഒരു മുള്ളുചെടികൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഗായ്സ്, അവസാനം നമ്മൾ വേളാങ്കണ്ണി എത്തി. ഏകദേശം ഒരു 7-7:30 ടൈം നമ്മളായി. ഏകദേശം അവിടെ എത്തുന്ന സമയത്ത് റൂമൊക്കെ സെറ്റായി വരുമ്പോഴേക്കും 8 മണി സമയമായി. റൂമൊക്കെ എടുത്ത് നമ്മൾ സെറ്റായി വരുമ്പോഴേക്കും 8 മണി സമയമായി. അതിന് ശേഷമാണ് നമ്മൾ നേരെ പള്ളിയിലോട്ട് പോകുന്ന സമയത്ത് ഫുള്ള് ന്യൂ ഇയറിൻ്റെ പരിപാടിയായിരുന്നു. അപ്പോൾ ഒന്നും നിന്നില്ല, കാരണം നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഇതൊന്നും അവിടെ കിട്ടുന്നില്ല. അത്യാവശ്യം ഫുൾ ക്രൗഡായതുകൊണ്ട് നമുക്ക് പള്ളിയൊന്നും മര്യാദയ്ക്കൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയി കണ്ടു, അവിടുത്തെ ബീച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് അധികം വീഡിയോ എടുക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടുണ്ടാകുന്നില്ല. പകലാണ് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. മോർണിംഗ് വേളാങ്കണ്ണിയാണ്. അപ്പോൾ നമ്മളിന്ന് വേളാങ്കണ്ണിയിൽ നിന്ന് ഇറങ്ങുകയാണ്. വേളാങ്കണ്ണിയിൽ നിന്ന് നേരെ
ധനുഷ്കോടിക്ക് പോവാണ്. നല്ല തിരക്കാണ്, നല്ല ക്രൗഡ് ഉണ്ട്. ബീച്ചിന്റെ അടുത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റും. നോക്കി ഫുള്ള് എല്ലാ സൈഡും നല്ല തിരക്കാട്ടോ. ഇവിടെ നിന്ന് എങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കുന്നു, ഫുള്ള് ആൾക്കാർ. നല്ല ക്രൗഡാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ. ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. കറങ്ങാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എവിടേക്കാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അറിയില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഒന്നുകൂടി ഫ്രീ ആയിട്ട് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി ടെസ്റ്റ് വ്ലോഗാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ വേളാങ്കണ്ണി റൈഡ് ഫിനിഷ് ചെയ്തു. ഇവിടെ നിന്ന് ഇപ്പോൾ ധനുഷ്കോടി പോകാൻ നിൽക്കുകയാണ്. ഇതിപ്പോൾ പാർട്ട് 1 ആണ്. പാർട്ട് 2 ധനുഷ്കോടി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ റൈഡ് എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് വേളാങ്കണ്ണി. അതുപോലെ അവിടുത്തെ റോഡ്, അവിടുത്തെ ബൈക്ക് റൈഡിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും തീർച്ചയായിട്ടും വരാം. ഫുൾ ഗ്യാരണ്ടിയാണ് പറയണത്. കാരണം ബൈക്ക് ഓടിക്കാൻ പറ്റിയ സ്ഥലമാണ്, പറ്റിയ റോഡ് മാത്രമാണ്. നല്ല റോഡ്, നല്ല റൈഡ്, നല്ല അടിപൊളി ഫീലിങ്സ് കിട്ടും. അതുപോലെ ബൈക്ക് ഓടിക്കുന്നത്, ബൈക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഇതുവരെ ഇവിടെ വരാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബൈക്ക് റൈഡ് എന്തായാലും പ്ലാൻ ചെയ്തിട്ടോളും. അത്യാവശ്യം കാണാൻ പറ്റിയ ഏരിയയും സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾക്ക് അധികം ഇവിടെ എല്ലാവരും വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ മാക്സിമം ഒന്നുകൂടെ സമയം കാര്യങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ പോവുകയാണ്, അടുത്ത് ധനുഷ്കോടിക്ക് പോവുകയാണ്. ഇനി ധനുഷ്കോടി വീഡിയോ ആണ് ഇനി അടുത്തായിട്ട് വരാം. ഇതിപ്പോൾ പാർട്ട് 1 ആണ്. വേളാങ്കണ്ണി വീഡിയോ നമ്മൾ പാർട്ട് 1 ആയിട്ടാണ് ചെയ്യുന്നത്. ഇനി പാർട്ട് 2 ധനുഷ്കോടി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. Okay, let's go.